ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആൾ ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല. അവിടുത്തെ ജില്ലയിലെ നമ്പർ 2 ഉദ്യോഗസ്ഥനാണ്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായിട്ട് മജിസ്ട്രേറ്റിൽ പവറുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അത്തരമൊരു ഉദ്യോഗസ്ഥൻ്റെ മരണം ഉണ്ടാകും അതിനെ ലാഘവത്തോടെ നമ്മൾ കാണാൻ കഴിയില്ല. അതായത് സംസ്ഥാന സർക്കാർ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടും നിൽക്കുന്നോ എന്ന് സംശയം തോന്നിയത് കൊണ്ടാവാം CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്ന ഹർജി വരുമ്പോൾ കോടതി ചില കാര്യങ്ങളൊക്കെ പരിഗണിക്കും. കാര്യം സംശയരഹിതമായി തെളിവുകൾ അന്വേഷിച്ച ഈ കേസിൻ്റെ പരിസമാപ്തിയിലെത്തിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഈ കേസിലെ പരിശോധനകൾ ഉൾപ്പെടെ ചെയ്യാൻ സാധ്യതയുണ്ട്. ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദിലീപ്, ഇത് സാധാരണഗതിയിലുള്ളൊരു കേസല്ല. കണ്ണൂരിൽ നിന്നല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു കേസ് തന്നെയാണ്. അപ്പം ADM പോലെ ഒരാൾ മരിച്ചിട്ട് നമ്മളിത് വളരെ ഒരു സാധാരണ മരണം പോലെ കൊണ്ടു നടക്കുന്നു എന്നൊരു തോന്നൽ ഈ കുടുംബത്തിന് വന്നു കഴിഞ്ഞു. പാർട്ടിയിൽ തന്നെ പത്തനംതിട്ട പാർട്ടിയും കണ്ണൂർ പാർട്ടിയും രണ്ട് തട്ടിലായി കഴിഞ്ഞു ഈ കാര്യത്തിൽ. പറയൂ ദിലീപ്. ഗുഡ് മോർണിംഗ്. തികച്ചും അസാധാരണമായ ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. ഒക്ടോബർ 15-ാം തീയതിയാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചെങ്കിലും ആ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംശയങ്ങൾ ദൂരീകരിക്കുന്ന നിലയിലുള്ള ഒരു കാര്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. തെളിവുകൾ ശേഖരിക്കുന്നതിൽ വിമുഖത ഈ അന്വേഷണ സംഘത്തിനുണ്ടോ എന്ന് തോന്നിക്കും വിധമായിരുന്നു തുടർന്നുള്ള നീക്കങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുകയും 11 ദിവസത്തിന് ശേഷം പിന്നീട് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പക്ഷേ കാതലായ ചില പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിൽ പ്രധാനമായുള്ളത് ഈ ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ യാത്രയയപ്പ് ചടങ്ങിനു ശേഷം ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, അക്കാര്യത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ADM ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുമായിരുന്നു എന്നാണ് നവീൻ ബാബുവിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. അവർ ഇപ്പോഴും ഇതൊരു ആത്മഹത്യ എന്ന നിലയിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഒരു കുറിപ്പുണ്ടാകും. ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ഉന്നയിക്കുന്നത് ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ക്ഷണിക്കാതെയാണ് ഈ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഒക്ടോബർ 14-ാം തീയതി എത്തുന്നത്. അത് ആ ചടങ്ങിൽ വെച്ച് നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണ് എന്ന നിലയിലുള്ള പരാമർശം അവിടെ വെച്ച് നടത്തുകയായിരുന്നു. പ്രത്യേകമായി വാർത്താ സംഘത്തെ അവിടെ കൊണ്ടുവരികയും പ്രാദേശിക ചാനൽ പ്രവർത്തകരെ അവിടെ കൊണ്ടുവരികയും ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. നവീൻ ബാബു തുടർന്ന് സ്ഥലം മാറിപ്പോകേണ്ട പത്തനംതിട്ട ജില്ലയിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിന് പിന്നിൽ ആരാണ് എന്നത് അന്വേഷിച്ചിട്ടുണ്ടോ? മറ്റൊന്ന് ഈ TV പ്രശാന്തനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിനു ശേഷം ആ നിലയിൽ, അതായത് ഈ ഇത്തരത്തിൽ ഒരു ADM നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി TV പ്രശാന്തനെ കൊണ്ട് കൃത്രിമമായി പിന്നീട് തയ്യാറാക്കിയ ഒരു കത്ത്, അത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് അയച്ചു എന്ന നിലയിൽ, മുഖ്യമന്ത്രിക്കൊരു പരാതി നൽകി എന്ന നിലയിൽ പിന്നീട് തയ്യാറാക്കി, അതിനു പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതിൽ ഈ കത്ത് കൃത്രിമമായി തയ്യാറാക്കിയതാണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. മാത്രമല്ല ഈ വിഷയങ്ങളിൽ ഫോൺ വിശദാംശങ്ങൾ ഇവർ ശേഖരിച്ചിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ, കണ്ണൂർ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ് തുടങ്ങിയവയുടെ പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയിലുണ്ട്. അതായത് ഇതിൻ്റെ തെളിവുകൾ സംരക്ഷിക്കണം. കണ്ണൂർ ജില്ലാ കളക്ടറായി അരുൺ K. വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ, TV പ്രശാന്തൻ തുടങ്ങിയവരുടെയും ഫോൺ വിശദാംശങ്ങൾ അത് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സെഷൻസ് കോടതിയിൽ കുടുംബം നൽകിയ ഒരു ഹർജിയുണ്ട്. അടുത്ത മാസം 3-ാം തീയതി ആ കേസിൽ വിധി പറയാനിരിക്കുകയാണ്. വോഡഫോൺ, BSNL തുടങ്ങിയ കമ്പനികൾക്ക് കൂടി ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കണം എന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ആ കേസ് അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണം, സംസ്ഥാന സർക്കാരിൻ്റെയും CPIMൻ്റെയും സംരക്ഷണം ഇക്കാര്യത്തിൽ പ്രതികൾ എന്ന് സംശയിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് വസ്തുത പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ഇന്ന് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലേക്കാണ് എല്ലാ കണ്ണുകളും. SKN.
ഓക്കെ, താങ്ക് യു. ബി ദിലീപ്കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നത്. ഇപ്പോൾ CBI കേസ് ഏറ്റെടുക്കണമെന്നാണ് ഇന്ന് ഹൈക്കോടതി വരുന്ന ഹർജിയിൽ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയുടെ ഒരു കുറ്റാന്വേഷണ രീതി എന്ന് പറയുന്നത് ക്രൈം ടു ക്രിമിനൽസ് എന്നാണ്. അതായത് ആദ്യം പ്രാഥമിക അന്വേഷണത്തിൽ ഇങ്ങനൊരു കുറ്റം നടന്നിട്ടുണ്ടോ എന്നവർ ആരായും. ആ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ കേസിലേക്ക് നീങ്ങും. സാധാരണ അല്ലാതെ കുറച്ച് ആളുകളെ, പ്രതികളെ പിടിച്ചിട്ട് ജയിലിലിട്ട് നല്ല ഇടിയും കൊടുത്ത് കേസ് തെളിയിക്കുന്ന ഒരു രീതിയല്ല പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിന്തുടരുന്നത്. ക്രൈം ടു ക്രിമിനൽസ്, അതായത് ക്രിമിനൽസ് ടു ക്രൈം എന്നല്ല. അപ്പോൾ ക്രൈം ടു ക്രിമിനൽസ് എന്ന തിയറി അനുസരിച്ച് ഈ കേസ് ഡയറി CBI ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ താല്പര്യം. കാര്യം കേരള പോലീസിനെതിരായി വരുന്ന ചില ആരോപണങ്ങൾ കേരള പോലീസ് തന്നെ അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന പൊരുത്തക്കേടും, അതുപോലെ ഈ ഭരണത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന കാര്യം. കണ്ണൂരിലെ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് കണ്ണൂരിലെ ഭരണവ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരം ഒരാളും കൂടി വേണമെങ്കിൽ ഈ കേസിൽ സാക്ഷിയോ പ്രതിയോ ഒക്കെ ആകാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള പോലീസിൽ നിന്ന് ഉണ്ടാകുന്നത് അത്ര ഭംഗിയല്ല, കേൾക്കുമ്പോൾ ഒരു മെറിറ്റ് ഇല്ലെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതാവും നല്ലത് എന്ന് കരുതിയാണ് ഇപ്പോൾ മലയാലപ്പുഴയിലെ കുടുംബം ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ആ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് വരുന്ന മണിക്കൂറിൽ കണ്ടെത്താൻ കഴിയും. എന്നിരുന്നാലും വളരെ ഗുരുതരമായ, അത്യന്തം ഗുരുതരമായ ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിട്ട് കെട്ടിത്തൂക്കിയതാകാം എന്ന് സംശയിക്കുന്നതായി കുടുംബം ഈ ഹർജിയിൽ പറയുന്നു. ഇത്രയും ഗൗരവതരമായി ഈ ആരോപണം ഇതുവരെ ഈ കുടുംബം, മഞ്ജുഷ ഉൾപ്പെടെ ആരും ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിലെ പരാതിക്കാരിയും ഒരു സാധാരണ വ്യക്തിയല്ല. കോന്നിയിൽ തഹസീൽദാരായി മന്ത്രി രാജൻ്റെ കീഴിലുള്ള റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു തഹസീൽദാരാണ്. അവർക്ക് നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയാം. വളരെ 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 ഇതിലൊക്കെ തന്നെ പരിണിതപ്രജ്ഞയായ ഒരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുകളൊക്കെ എങ്ങോട്ട് നീങ്ങുന്നു, എന്താണ് ഇതിൻ്റെ മെറിറ്റ്, ഡീമെറിറ്റ്, ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ് മഞ്ജുഷ. അതുകൊണ്ട് മലയാലപ്പുഴയിലെ കുടുംബത്തിന് ഇതിൽ നീതികേട് സംഭവിക്കുന്നു എന്ന തോന്നലുണ്ടായപ്പോഴാണ് കൂടെ നിൽക്കും തങ്ങളെന്ന് പറഞ്ഞെങ്കിലും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരെ കാണുന്നില്ലല്ലോ എന്ന തോന്നലിൽ അവർ കൊച്ചിയിലെ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു.